ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചെറിയ വലിയ വർത്തമാനം. Hey, hello, good morning and welcome to ചെറിയ വലിയ വർത്തമാനം with me, RJ ശ്രീശാന്ത് on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ ചെറിയ വലിയ വർത്തമാനത്തിന്റെ സമയമാണ്. ചെറിയ വലിയ വർത്തമാനത്തിൽ എന്നും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മൾ എല്ലാവരും വരാറുണ്ടല്ലേ. അപ്പോൾ ഇത് ഇന്നും ഒരുപാട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ആക്ച്വലി ഇന്നത്തെ ദിവസം പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? ഇന്ന് ഒക്ടോബർ 5 പ്രത്യേകത അറിയില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇന്ന് ലോക അധ്യാപക ദിനമാണ്. ഈ ദിനത്തിൽ അറിവിന്റെ വെളിച്ചം പകർന്നു നൽകി നമ്മുടെ ജീവിതത്തിന് ദിശാബോധം നൽകിയ എല്ലാ ഗുരുക്കന്മാരെയും ഓർക്കാനും ആദരിക്കാനുള്ള ഒരു സുദിനമാണ്. അപ്പോൾ ഈ ദിനത്തിൽ എന്നോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി എത്തിയിട്ടുണ്ട്. നിരവധി വർഷത്തെ അധ്യാപന പാരമ്പര്യമുള്ള വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററുമായ ശ്രീ തങ്കിച്ചൻ സാറാണ്. സോ വെൽക്കം. താങ്ക് യു സാർ. അപ്പോൾ എന്തുകൊണ്ടാണ് അധ്യാപനം എന്ന പ്രൊഫഷൻ ചൂസ് ചെയ്തത്? ഭാവിയുടെ വാഗ്ദാനമാണ് ഈ കുഞ്ഞുങ്ങൾ. തീർച്ചയായിട്ടും അവരിൽ ഒരു സ്വാധീനം ചെലുത്തി നല്ല ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് എന്റെ ഒരു മോഹമാണ്. അപ്പൊ അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നല്ല വ്യക്തിജീവിതം, നല്ല കുടുംബജീവിതം, നല്ല സാമൂഹ്യ ജീവിതം, ഈ അർത്ഥത്തിൽ അവരിൽ സ്വാധീനം ചെലുത്താൻ അധ്യാപക സമൂഹത്തിന് കഴിയും എന്നൊരു ബോധ്യമാണ് എന്നെ ആ സേവന രംഗത്തേക്ക് നയിച്ചത്. ഓക്കെ. അപ്പോ മറ്റു ഇൻസ്പിറേഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആരെങ്കിലും റോൾ മോഡലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇൻസ്പിറേഷൻ, ഞാൻ കുട്ടിയായിരിക്കുന്ന കാലത്ത് ചില അധ്യാപകർ ചെയ്യുന്നത് പോലെ ചെയ്യുക, പറയുന്നത് പോലെ പറയുക, ആക്ട് ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യുക, അത് ആ കുട്ടിക്കാലത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പൊ അതും അധ്യാപകരിൽ ചിലരുടെ ഇത്തരത്തിലുള്ള സമീപനവും എനിക്ക് ഇതിനൊരു പ്രേരണയായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ ഒരു പ്രേരണ 35 വർഷത്തെ എക്സ്പീരിയൻസിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സാർ, അപ്പോൾ അധ്യാപന ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരുപാട് മൊമെന്റ്സ് എപ്പോഴെങ്കിലും ഉണ്ടാവാതിരിക്കത്തില്ലല്ലേ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സാറിന് ഏറ്റവും സംതൃപ്തി നൽകിയ ഒരു നിമിഷം ഉണ്ടായിരുന്നോ? ഞാന് ഒരുപാട് സ്കൂളുകളിൽ, ഞാനൊരു കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ അധ്യാപകനായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സ്കൂളുകളിൽ ജോലി ചെയ്തു. പല സ്കൂളുകളിൽ നിന്നും പഠിപ്പീരൊക്കെ കഴിഞ്ഞ് പോരുമ്പം ചില കുട്ടികൾ എന്നെ വിളിക്കും. ഒരു കുട്ടി എന്റെ വീട്ടിൽ എന്നെ അന്വേഷിച്ചു പറഞ്ഞു വന്നപ്പോ ആ മോൻ പറയുന്നത്, എനിക്ക് സാറിനെ പോലെ സംസാരിക്കണം, സാറിനെ പോലെ പറയാൻ. ഞാൻ വളരെ അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന, ക്ലാസ്സിൽ സംസാരിക്കുന്ന ഒരാളാണ്. സംസാരത്തിലും ഒക്കെ അല്ലാതെ നമ്മൾ പറയും. അപ്പൊ എന്റെ ആ സ്റ്റൈല് ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് ഇതുവഴി പോകാൻ നേരത്ത് എന്റെ വീട്ടിൽ വന്ന കുട്ടികളുണ്ട്. അതുപോലെ ഞാനൊരു പ്രസംഗം നടത്തുകയാണെങ്കിൽ എന്റെ പ്രസംഗത്തിന്റെ രീതി, വോയിസ് മോഡുലേഷൻ, ആക്ഷൻ, ഫേസ് എക്സ്പ്രഷൻ, ഇതൊക്കെ കോപ്പി ചെയ്തിട്ട് അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സാർ എന്ന് പറയുന്നവർ കുട്ടികൾ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനൊരു മീറ്റിങ്ങിനെ അഡ്രസ് ചെയ്യുവാണെങ്കിൽ അത് ആ രീതിയിൽ അതിനെ കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതൊക്കെ എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. മറ്റൊന്ന്, ഞാനൊരു മലയാളം അധ്യാപകനായിരുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രസംഗങ്ങള്, കവിതകളൊക്കെ പഠിപ്പിക്കുമ്പം അതുപോലെ ചൊല്ലാനൊക്കെ കുട്ടികൾ താല്പര്യത്തോടെ എൻ്റെ അടുത്തേക്ക് വരുമ്പം എനിക്കതൊരു വലിയ സംതൃപ്തിയാണ്. അല്ലെങ്കിൽ ഈ മലയാള അധ്യാപകരോട് കുട്ടികൾക്ക് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് എന്തായാലും കാണും അല്ലേ? അതെ. അത് നമ്മുടെ ആ പ്രകടനവും അവതരണവും ഭാഷാപരമായ മികവും ഒക്കെ ആ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്നത്. സാർ, അപ്പോ സാറിന്റെ അധ്യാപന രീതിയിൽ സാറ് ഏറ്റവും പ്രാധാന്യം നൽകിയ ഒരു കാര്യം എന്തായിരുന്നു? അധ്യാപന രീതി എന്ന് പറയുമ്പം ഞാൻ എപ്പോഴും ഈ ലൈഫ് സെന്റേർഡ്, ജീവിതഗന്ധിയായി വിഷയങ്ങളെ സമീപിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ സാമ്പത്തിക സ്ഥിതി, കുടുംബസ്ഥിതി, ഇവ മിക്കപ്പോഴും സബ്ജക്ട് അങ്ങനെ വരുന്ന അന്നൊക്കെ. ഇപ്പം പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് രീതിയിലേക്ക് വന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ വീട്ടന്തരീക്ഷത്തിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലേക്ക് എത്തുന്ന ഒരു വിശാലമായ സ്ഥലം, അതെനിക്ക് ഇഷ്ടമുള്ളൊരു സാഹചര്യമാണ്. സാർ, അപ്പം ഇന്നത്തെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ ഇപ്പോഴത്തെ അധ്യാപകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നാണ് സാർ മനസ്സിലാക്കിയിട്ടുള്ളത്? ഞാൻ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പഠിച്ച ഒരു സാഹചര്യവും പിന്നെ പഠിപ്പിച്ച സാഹചര്യവും, പിന്നീട് ഇപ്പൊ നേരിടുന്ന ഒരു പ്രശ്നം വ്യത്യസ്തമായ അവസ്ഥകളാണ്. ഇപ്പൊ ഒരു പ്രശ്നം, ഈ പഠിപ്പിക്കാൻ ചെല്ലുന്ന ഒരു പക്ഷേ കുറച്ച് പഴയകാല അധ്യാപകരെക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. തീർച്ചയായിട്ടും അറിവ് അവരുടെ കൈവെള്ളയിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു തലമുറയ്ക്ക് മുമ്പുള്ള അധ്യാപകർ അത്രയും വന്നിട്ടില്ല. എല്ലാരെയും ഞാൻ ചേർത്ത് മൊത്തത്തിൽ പറയുവല്ല, ഒരു പരിധി വരെയെങ്കിലും ഈ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ അത്രയും നമ്മൾ എത്താതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അവിടെ അധ്യാപകൻ കുറെ കൂടെ അപ്ഡേറ്റ് ചെയ്തേ മതിയാവും. വായനയും പഠനവും അനുഭവങ്ങളും കുറേയേറെ സ്വാംശീകരിച്ച് വേണം
ക്ലാസ്സിൽ പോകാൻ. ഇല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ നമ്മളെ പരസ്യമായിട്ടല്ലെങ്കിലും നമ്മളെ അത്ര അങ്ങോട്ട് വിലമതിക്കാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയായി തന്നെ മുമ്പോട്ട് പോയില്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലത്തും ക്ലാസ് റൂമിൽ നമുക്ക് വിജയിക്കാൻ കഴിയാതെ പോകും. 35 വർഷത്തിന് മുമ്പ് പഠിച്ച ആളാണ്. അന്നത്തേതിൽ നിന്നും എന്തെല്ലാം ടെക്നോളജിയിലെ അപ്രോച്ചസില്, കുട്ടികളുടെ വളർച്ചയില്, അവരുടെ രീതിയിൽ, അവരുടെ അറിവിന്റെ വലിപ്പം, ഇതെല്ലാം വ്യത്യസ്തമാണ്. ഇതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ക്ലാസ്സിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അത്ര തന്നെ. ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ച അധ്യാപന രീതിയെ എങ്ങനെയാണ് മാറ്റിയെടുത്തത്? ഇത് ആക്ച്വലി ഗുണകരമായ ഒരു കാര്യമാണോ അതോ ദോഷകരമായ കാര്യമാണോ? ടീച്ചിങ് ഫീൽഡിലെ ഈ മാറ്റം വളരെ നല്ലതാണ്. കാരണം ഞാൻ പഠിപ്പിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ, ഞാൻ ഏതെങ്കിലും അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ നമുക്ക് ഏതെങ്കിലും ഭൂഖണ്ഡത്തിലുള്ള ഒരു അറിവ് കൊടുക്കണമെങ്കിൽ പണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് അന്വേഷിച്ച് നടന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇന്നാണെങ്കിൽ നമുക്ക് ICT സാധ്യത, ഈ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ സൗകര്യം കിട്ടിയപ്പോൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ നമുക്ക് ഏത് ചോദ്യത്തിന്റെയും ഉത്തരം എവിടുന്ന് എടുക്കാനുള്ളൊരു സൗകര്യം. അപ്പൊ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയും ആ വർദ്ധിച്ച അറിവ് കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാൻ ഈ ആധുനിക സാങ്കേതിക വിദ്യ വളരെ ഫലപ്രദമാണ്. മറ്റൊന്ന്, പണ്ട് കാലത്ത് നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിസ്റ്റമേ ഉള്ളൂ. ഇതിൽ നിന്നും വളരെ കളർഫുള്ളായി അട്രാക്റ്റീവായി കാര്യങ്ങളെ കുഞ്ഞുങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം. ഇതിപ്പോ സയൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെങ്കിൽ പണ്ട് നമ്മൾ ശരീരത്തിന്റെ ആന്തരാവയവങ്ങളെ പറ്റി പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോവുക, വേറെ മാർഗങ്ങൾ ഒരു പടമാണ് ആകെ, ബോർഡ് തൂക്കിയിടുന്ന ഒരു പടമാകെ ഉള്ളത്, വായു മുതലല്ല ആന്തരാവയവങ്ങൾ താഴോട്ട്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അതിനെ ഓരോന്ന് എടുത്തെടുത്ത് കാണിച്ച് പറഞ്ഞു കൊടുത്ത് ചെയ്യാനുള്ള ടൂളുകളുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് നേരത്തെ കിട്ടാതിരുന്നത് ഇപ്പം കിട്ടുന്നത്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ ഞാൻ പലപ്പോഴും വിചാരിക്കാറ് അവർക്ക് ഭാഗ്യം ചെയ്തവരാ. കാര്യം വളരെ മൈന്യൂട്ട് പോയിന്റിൽ അവർക്ക് കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ എന്റെ പോലുള്ള തലമുറയ്ക്ക് അതിന് മുമ്പുള്ളവർക്ക് അത്രയും കൊണ്ട് പറ്റിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആകെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടിയുള്ളൂ. സാറ് ബോർഡിൽ എഴുതുന്നത് അല്ലെങ്കിൽ ഒരു ചാർട്ട് എടുത്ത് കാണിക്കുന്നത്, അതിനപ്പുറത്ത് എന്തുമാത്രം മാറ്റം വന്നു. അതുകൊണ്ട് ഈ പുതിയ വിദ്യകൾ വളരെ പ്രയോജനകരമാണ്, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിൽ. തീർച്ചയായിട്ടും. കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ റീൽസ് കാണുകയാണ്. റീൽ എന്ന് പറയുന്നത് ഒരു കുട്ടി, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടി ഏതൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. കമ്പനിയിലെ എംപ്ലോയീസിന് 10ാം ക്ലാസ്സിലെ കുട്ടി റോബോട്ടിക്സിനെ പറ്റിയും AI പറ്റിയും ക്ലാസ് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10ൽ പഠിക്കുന്ന കുട്ടി. അതെ, അവന്റെ ലെവൽ അതാണ്. അത്രയും ഈ കുട്ടിയാണ് നമ്മുടെ അധ്യാപകർ പഴയ സിലബസും കൊണ്ട് ഇത് പഠിപ്പിക്കാൻ നടക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ അതിനൊക്കെ പഠിച്ച് മെച്ചപ്പെട്ടേ പറ്റും. ഈ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ അതേ പറ്റും. തീർച്ചയായിട്ടും. സർ, അപ്പോൾ ഏതൊരു ലൈഫ് ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരുപാട് നമ്മളെ ഇൻഫ്ലുവൻസ്ഡ് ആയ ഒരു ഇൻസ്പിറേഷൻ ഒരു വ്യക്തി കാണുമല്ലോ. അതെ. അപ്പോൾ സാറിന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു അധ്യാപകൻ ആരായിരുന്നു? എനിക്ക്, ഞാൻ മലയാളം അധ്യാപകനാണ് എന്ന് പറയുന്നെങ്കിലും എനിക്ക് ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു സ്വാധീനം എന്നിൽ ചെലുത്തിയത് ഒരു ഹിന്ദി അധ്യാപകൻ. എന്റെ അടുത്തുള്ളൊരു UP സ്കൂളുണ്ട്. ഈ UP സ്കൂളിൽ ഹിന്ദി അത് ഇഷ്ടപ്പെടാനുള്ള കാരണം, ആ സാറ് ഹിന്ദി അക്ഷരമാല തുടങ്ങുന്ന UP ക്ലാസ് അവിടെയാണല്ലോ തുടങ്ങുന്നത്. ഈ അക്ഷരങ്ങൾ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സാറ് ഒരു ദിവസം, അന്ന് ഈ പുതിയ സാങ്കേതിക വിദ്യകളൊന്നും ഉള്ള കാലമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അന്ന് ഈ സാർ ഒരു 10 അക്ഷരം അല്ലെ 5 അക്ഷരം 45 മിനിറ്റ് സമയമുള്ള ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഗ്രാനൈറ്റിൽ കൊത്തി വെച്ചതിന്റെ കൂട്ട് ആ അക്ഷരം ഉണ്ടായിരിക്കും. അവിടെ നിന്നുകൊണ്ട് സാറിന്റെ ആ പഠിപ്പിക്കൽ രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ സ്വാധീനം ചെയ്ത, അല്ലെങ്കിൽ എങ്ങനെ പഠിപ്പിക്കണം എന്നൊരു സാഹചര്യത്തിലേക്ക് എന്നെ പലരുണ്ടെങ്കിലും എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നത് ഈ അധ്യാപകനെയാണ്. എല്ലാവർക്കും കാണുമല്ലോ, നമ്മുടെ സ്കൂൾ ടൈമിലായാലും കോളേജ് ടൈമിലായാലും ഒരു അധ്യാപകനെങ്കിലും നമ്മുടെ ഒരു ഫേവറേറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു അധ്യാപകൻ എന്തായാലും കാണും അല്ലേ? അതെ. അത് ഒരു പക്ഷേ വലിയ തരത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു തലമായിരിക്കും. എനിക്ക് അദ്ദേഹത്തിന്റെ ആ പ്രസന്റേഷൻ സ്റ്റൈലും, സാർ ഇറങ്ങി ക്ലാസ്സിൽ നിന്ന് പോകുമ്പോൾ ആ അക്ഷരം എന്റെ ഉള്ളിലുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കൊള്ളാത്ത എനിക്കുള്ള കാഴ്ചപ്പാടിൽ അതെനിക്കൊരു പാഠമായിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ. ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങളുടെ കാതുകളിൽ ഞാൻ പഠിപ്പിച്ചത് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കണം. എല്ലാവരിലും എല്ലാം ഒരുപോലെ എത്തത്തില്ലല്ലോ, എന്നാലും സാധിച്ചിട്ടുണ്ട്. പുതിയ തലമുറയിൽ ഇപ്പൊ ഒരുപാട് അധ്യാപകർ കടന്നു വരുന്നുണ്ടല്ലേ? അപ്പൊ ഈ പുതിയ തലമുറ അധ്യാപകരോട് സാറിന് എന്താണ് ആക്ച്വലി പറയാനുള്ളത്? ഒന്ന്, നമ്മൾ ഈ മാറി വരുന്ന സിലബസ് കരിക്കുലം ഒക്കെ നന്നായി ഉൾക്കൊണ്ട് അതിനകത്ത് നിൽക്കാതെ
അതിന് വെളിയിലേക്ക് പോയി കൂടുതൽ അറിവ് നമ്മൾ സമ്പാദിച്ചുകൊണ്ടേ ക്ലാസ്സിൽ പോകാവൂ. തീർച്ചയായിട്ടും. അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാ. നമ്മളെക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജിയും അറിവും നേടിയെടുത്തിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന കുഞ്ഞിന് ബോറടിക്കാതെ ചെയ്യണമെങ്കിൽ നമ്മൾ അവന്റെയും മുകളിൽ അറിവ് സമ്പാദിച്ചിരിക്കണം. ഇല്ലെങ്കിൽ കുട്ടി മനസ്സിൽ പറയും, ഓ ഇതൊക്കെ ഞാൻ എത്രയോ കഴിഞ്ഞതാ, എത്രയോ കണ്ടതാ, സാറേ പുതിയതും എല്ലാം പറയാനായിട്ട് പറ എന്ന് അവൻ പറഞ്ഞു കഴിയുന്നതോടുകൂടി നമ്മൾ തീർന്നില്ലേ. ഒന്ന്, പിന്നെ ഈ അധ്യാപക ജീവിതം ഒരു ഉപജീവന വഴി എന്ന് മാത്രമായിട്ട് ചിന്തിക്കരുത്. ചിലരൊക്കെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതെ അതെ, ഇതൊരു വലിയ കർമ്മ മേഖലയാണ്, ഒരു സേവന മേഖലയാണ്. നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ 35 വർഷം പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഓർക്കണം, ഒരു 35 പ്രായത്തിലുള്ള ലെവലിലുള്ള കുഞ്ഞുങ്ങളെയാ പഠിപ്പിച്ചത്. എന്റെ കുട്ടികളിൽ ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവും, കേരളത്തിന്റെ എല്ലാ ഭാഗത്തും. ഞാൻ ഒരുപാട് 10-20 സ്കൂളിൽ ജോലി ചെയ്ത ഒരാളാണ്. അപ്പോ അവിടെ എല്ലാം നമ്മൾ കൊടുക്കുന്നൊരു മെസ്സേജ്, നന്നായി ഞങ്ങളെ രൂപപ്പെടുത്തിയ അധ്യാപകനുണ്ട്, സ്വാധീനം ചെയ്ത ഒരാളുണ്ട്. അത് കഴിയണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ മെച്ചപ്പെട്ട നിലയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തേ പറ്റും. പുതിയ തലമുറയിലെ അധ്യാപകർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലാതെ നിൽക്കാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് അവർ അപ്ഡേറ്റ് ചെയ്യുകയും ഈ കർമ്മരംഗത്തെ ഒരു സേവനം കൂടി ഉൾപ്പെടുത്തി മനുഷ്യപ്പറ്റുള്ള ഒരു സേവന രംഗമായി കൂടെ കാണണം. സാർ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, നമ്മളിപ്പം നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറയല്ലേ. അപ്പോൾ ഈ അധ്യാപകരുടെ ഒരു മാറ്റം ഇപ്പോൾ പഴയ രീതി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് ആക്ച്വലി. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു നോക്കിയാലും വിദ്യാർത്ഥികളുടെ കൂടെ അധ്യാപകർ റീൽസ് ചെയ്യുന്നതും അതുപോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ അധ്യാപകരുടെ ഈ മാറ്റത്തെ എങ്ങനെ നോക്കി കാണുന്നത്? അതെ, ഈ കാലാനുസൃതമായ ഒരു മാറ്റമാണത്. പണ്ട് അധ്യാപകൻ വരുമ്പോൾ കുഞ്ഞുങ്ങൾ പേടിച്ചിരുന്നൊരു കാലമുണ്ട്. അധ്യാപകരെ വളരെ ഭയത്തോടും ബഹുമാനത്തോടും കൂടെ കണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ആ ഭയം എന്ന പോർഷൻ അങ്ങ് മാറ്റി കുറച്ച് സ്നേഹവും ബഹുമാനവുമാകുന്ന ഒരു അന്തരീക്ഷം ഇപ്പോഴുണ്ട്. ഈ അകലം, അധ്യാപക വിദ്യാർത്ഥി അകലം ഇപ്പൊ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ വളരെ ഫ്രണ്ട്ലിയാണ്. ഒരളവിൽ ഈ സ്വാധീനം കുട്ടികളിൽ ചെയ്യുക എന്ന് പറയുന്നത് പേടിപ്പിച്ചിട്ടും ഭയപ്പെടുത്തിയിട്ടും അല്ലല്ലോ, മറ്റ് സ്നേഹം കൊണ്ട് അവരെ നേടാമല്ലോ, നമ്മുടെ കയ്യിലെ സൽപ്രവർത്തി കൊണ്ട് അവരെ നേടാമല്ലോ. നമ്മളൊരു പ്രതിസന്ധി സഹാനുഭൂതിയോടുകൂടി അവരെ പെരുമാറാൻ കഴിയുന്നെങ്കിൽ അത് കഴിയുമല്ലോ. അപ്പൊ ആ രീതിയാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. സർ, അപ്പോൾ അധ്യാപകരുടെ മാറ്റം പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ മാറ്റത്തെ പറ്റി പറയുന്നത് അത്യാവശ്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് നോക്കുവാണെങ്കിൽ വിദ്യാർത്ഥികൾ നല്ലതായിട്ട് മാറിയ ചരിത്രമുണ്ട്. പക്ഷെ പകുതി മുക്കാൽ വിദ്യാർത്ഥികളെ നോക്കുവാണെങ്കിൽ പലരും വഴിയിലേക്ക് പോവുകയാണ്. അതായത് ഒരു ലഹരിയുടെ പിന്നാലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ ഇന്നും ന്യൂസിലായാലും ഒരു ഡ്രഗിന്റെ റിലേറ്റ് ചെയ്ത ഒരു ന്യൂസ് പോലും കേൾക്കാതിരിക്കുന്നില്ല. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ ഈ മാറ്റം ആക്ച്വലി അതിൽ അധ്യാപകർക്ക് എത്രത്തോളം അവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കും? ഞാൻ വളരെ ആഴത്തിലും പറയാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ വേദനയോടുകൂടി ഓർക്കുന്നതുമായ ഒരു സംഗതിയാണ് ഈ പറയുന്നത്. അധ്യാപകൻ മാത്രം വിചാരിച്ചതുകൊണ്ട് ഈ മാറ്റം കുട്ടികളിൽ വരുത്തുക സാധ്യമല്ല. ഞാൻ എന്റെ ജീവിതം പഠിപ്പിച്ച പാഠങ്ങളാണ് പറയുന്നത്. കാലം മാറിയതനുസരിച്ച് നമ്മുടെ രക്ഷകർത്താക്കൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് തെറ്റുകൾക്ക് കൂട്ടുനിന്നിട്ടാണ്. തീർച്ചയായിട്ടും. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരു കുട്ടിയുടെ ഒരു ഇറഗുലറായ രീതി, അവന്റെ സമീപനമോ സംസാരമോ തെറ്റായിട്ടുണ്ടെന്ന് പണ്ട് സാറ് വിളിച്ച് രക്ഷകർത്താവിനോട് പറഞ്ഞാൽ നടപടിയുണ്ട്. ഇന്നത്തെ രക്ഷകർത്താക്കളിൽ പലരും ഞാൻ കാണും, എന്റെ കൊച്ച് അങ്ങനെ ചെയ്തെങ്കിൽ സാറിനെന്താ. എനിക്ക് അടുത്തിടയ്ക്ക് ഉണ്ടായൊരു അനുഭവമാണ്. ഒരു ക്യാമ്പുമായി ബന്ധപ്പെട്ട ഒരു കുട്ടിയാണ്, അവന്റെ സ്വഭാവം അങ്ങനെയാ, അത് ആരുടെയും കുറ്റമല്ല, കുട്ടികളായാൽ അങ്ങനെയാ. ഞാന് ആ വിഷയം അങ്ങ് വിട്ടു. ആരോ പറഞ്ഞു, കുട്ടിയുടെ രക്ഷകർത്താവ് എന്നോട് ചോദിക്കുക, സാറ് എന്റെ കുട്ടിയെ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവൻ അവിടെ ഇരുന്ന് മുന്നോട്ട് പോകാൻ ഒക്കാത്ത വിധത്തിൽ സംസാരമൊക്കെ ചെയ്തപ്പോൾ ഞാൻ അതിലൊന്ന് ഇടപെട്ടു. വഴക്കൊന്നും പറഞ്ഞില്ല, മോനെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോ രക്ഷകർത്താവ് പറയുന്നത് കുട്ടികളായ അങ്ങനെയൊക്കെ കാണിക്കും. സാറ് അത്രയൊന്നും പറയേണ്ട കാര്യം, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, വളരെ ചെവിയിൽ മോനെ ഒന്നും കാണിക്കല്ലേ, കുരുത്തക്കിടന്ന് കാണിക്കല്ലെന്ന് പറഞ്ഞത് രക്ഷകർത്താവിന്. അത് കുട്ടിയുടെ അച്ഛന് മാത്രമല്ല അമ്മയ്ക്ക്. അവരെന്റെ മുമ്പിൽ അത് പരാതിയുമായിട്ട് വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി അത് സൂക്ഷിക്കാം. ഈ ഒരു രീതി വച്ചു പുലർത്തുന്നത് കുട്ടിയെ സ്നേഹിക്കലല്ല, കുട്ടിയെ ശിക്ഷിക്കലാണ്, കുട്ടിയുടെ ഭാവി കളയലാണ്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ പോകുന്നുണ്ട് ജീവിതത്തിൽ. അപ്പൊ ഇവിടെ കുട്ടി നന്നാകണമെങ്കിൽ അധ്യാപക സമൂഹത്തോടൊപ്പം രക്ഷകർത്താക്കളും ചേർന്ന് നിൽക്കണം. രക്ഷകൾ അധ്യാപകരെ വിശ്വാസത്തിൽ എടുക്കണം. ഇതെന്തെങ്കിലും പറഞ്ഞാൽ, എന്തെങ്കിലും കേട്ടാൽ ഉടനെ ഈ പുതിയ ചാനൽ അതിനൊരു വിഷയം കിട്ടിയാൽ നന്നായിരിക്കുന്നു എന്ന നിലയിൽ ഇതിനെ അങ്ങ് എടുക്കുകയാണ്. പിന്നെ അധ്യാപകനെ അങ്ങ് ക്രൂശിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായി അധ്യാപകൻ വിചാരിക്കും, പേരൻസിന് വേണ്ട, സമൂഹത്തിന് വേണ്ട, പിന്നെ ഞാനെന്തിനെ പാടുവിടും. അപ്പൊ എന്ത് പറ്റും? കുട്ടി പറയുന്നതിനെ മാത്രമേ വിലക്കെടുക്കത്തുള്ളൂ. രക്ഷകർത്താക്കൾ അവസാനം വളർന്ന് ഈ കുഞ്ഞ് വളർച്ചയുടെ
വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ ഈ പേരന്റിനെതിരെയും തിരിയും. മയക്കുമരുന്നിന് അഡിക്റ്റായി കഴിയുമ്പോഴാണ് പേരന്റ് അറിയുന്നത് കൈവിട്ടു പോയല്ലോ. എന്നാൽ ഇത് കണ്ടറിയാൻ, മണത്തറിയാൻ കഴിയുന്ന അധ്യാപകന്റെ വാക്കുകളെ അന്ന് ചെവിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ദുരന്തം ഉണ്ടാകത്തില്ലായിരുന്നു. അവിടാണ് ഈ ചോദ്യത്തിന്റെ കാതലായ ഭാഗം എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ മാതാപിതാക്കൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലേ? മാതാപിതാക്കള് അധ്യാപകരോടൊപ്പം ചേർന്ന് നിന്ന് ഈ അധ്യാപകൻ അധ്യാപിക ചെയ്യുന്നത് എന്റെ കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന ബോധ്യത്തോടു കൂടി സമീപിച്ചാൽ, അപ്പം കുട്ടി, രക്ഷകർത്താവ്, അധ്യാപകർ, ഈ കൂട്ടായ്മയാണ് ഈ സംവിധാനത്തെ, കുഞ്ഞിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്. അതിൽ ഒരു പരസ്യം കിട്ടാൻ, വൈറലാകാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ നഷ്ടപ്പെടുന്നത് ഈ കുട്ടിക്കേ ഉള്ളൂ. കുട്ടിയുടെ നഷ്ടത്തിലൂടെ സംഭവിക്കുന്നത് പേരന്റിനാ. അതുകൊണ്ട് ഒരു ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയാണ് ഈ കാര്യത്തിൽ ആവശ്യം. സാർ, ഇപ്പൊ അതുപോലെ പറയുകയാണെങ്കിൽ ഇപ്പം ഈ മൊബൈൽ ഫോണിന്റെ യൂസേജ് ഇപ്പൊ കുട്ടികളിൽ ഒരുപാട് കാണുന്നുണ്ടല്ലേ? അതെ. പല കുട്ടികളും ഇപ്പോൾ ഈവൻ ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഫോണില്ലാതെ പറ്റുകയില്ല. ഈ ഒരു മാറ്റം, ഈ വിദ്യാർത്ഥികളുടെ ഈ അമിതമായ ഈ ഫോൺ യൂസേജ് ആക്ച്വലി മാതാപിതാക്കൾ എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് തടയേണ്ടത്? ഇതിന് എല്ലാത്തിനും, ഏത് കാര്യത്തിനും ഒരു നിയന്ത്രണം ആവശ്യമാണ്. അതിപ്പം ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഒരു നിയന്ത്രണം ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കഴിച്ചാൽ. ഇതേപോലെ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിനും ചില രീതികൾ ഇത് ഉപയോഗിക്കണം. കാരണം ഇന്നത്തെ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്, അറിവ് കൈവെള്ളിൽ ഇരിക്കും. അപ്പൊ അത് ഉപയോഗിക്കേണ്ടെന്ന് പറയാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ഞാൻ ഈ കാണുന്നത്, കേൾക്കുന്നത്, ഉപയോഗിക്കുന്നത് എന്താണ് എന്ന് ഞാൻ തിരിച്ചറിയണം. കുഞ്ഞിന് ആ തിരിച്ചറിവ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിന്റെ മാതാപിതാക്കൾ അതറിയണം. ചുരുക്കി പറഞ്ഞാൽ, കുട്ടി ഉപയോഗിക്കുന്ന സൈറ്റുകള്, ആപ്ലിക്കേഷനുകള്, ഫോണ്, ഇവ മാതാപിതാക്കൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. നിരീക്ഷണത്തിൽ പരാജയപ്പെടുമ്പോൾ കുട്ടിയുടേതായ വഴിയിൽ പോകും. അപ്പൊ എന്താണ് കുട്ടി ഉപയോഗിക്കുന്നതെന്ന് ഈ പേരൻസ് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ ഒബ്സർവ് ചെയ്യണം. പഴയ തലമുറ അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പം അത് ചെയ്യാൻ കൂടി ഈ പേരൻസിന് പേടിയാ. കാരണം ഇവൻ എന്താ ചെയ്യാൻ പോന്നെ, എന്താ പറയാൻ പോന്നെ, ഈ പേരൻസിന്റെ ഒരു ശാസന പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനസികാവസ്ഥയാണ് കുഞ്ഞുങ്ങൾക്കുള്ളത്. കാരണം അവർക്കെല്ലാ സൗകര്യങ്ങളും ഒപ്പിച്ചു കൊടുക്കട്ടെ, നല്ല കാര്യം. പക്ഷെ അതിനെ ഒന്ന് മോണിറ്റർ ചെയ്യുക. ഇതവന്റെ പഠനവുമായി ബന്ധപ്പെട്ടതാണോ, ഇത് ആവശ്യമുള്ളതാണോ, ആ ലിങ്ക് പോയി എങ്ങോട്ടാ പോകുന്നത്? അങ്ങനല്ലേ ഈ ഓൺലൈൻ ഗെയിം ഒക്കെ വന്ന് നിരീക്ഷിക്കാനോ നോക്കാനോ ആളില്ല. എത്ര ജീവൻ അവസാനിച്ചിരിക്കുന്നു, എത്രയോ പേരൻസിന്റെ ബാങ്ക് അക്കൗണ്ട് കാലിയായിരിക്കുന്നു. ഈ നിരീക്ഷണവും മോണിറ്ററിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒഴിവാകാമായിരുന്നല്ലോ. സാർ, അപ്പോ ഈ ഭാവിയിലെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണമെന്നാണ് സാർ കരുതുന്നത്? ഇപ്പോൾ ഏറ്റവും അവസാനം നിൽക്കുന്നത് ഈ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ഒന്നാണല്ലോ. അതിനും ശേഷം വല്ലതും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനും അവിടെ വരെയൊക്കെ എത്തിയിട്ടുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരിക്കലും, അത് എന്റെ മാത്രം ഒരു ചിന്തയാണ് പറയുന്നത്, ഈ ബുദ്ധിശക്തിയും സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന മേധാശക്തി ബുദ്ധിശക്തിക്ക് തുല്യമാകത്തില്ലെന്ന് എന്റെ ഒരു അറിവിന്റെ പരിമിതി വെച്ചുകൊണ്ട് പറയുക. AI അവസരോചിതമായി പെരുമാറുമെന്നും പിന്നെ ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളുമെന്നും വിട്ടുകളയുന്ന എന്നൊക്കെ പറയുന്നു. അത്രയൊന്നും ഞാൻ അതിനകത്ത് പഠിച്ചിട്ടില്ല. മിനിമം കാര്യങ്ങൾ വെച്ചോണ്ടായി പറയും. അപ്പം ഈ കുട്ടികളിൽ ആർദ്രത, വാല്യൂസ് ഉണ്ടല്ലോ, മൂല്യങ്ങൾ. യന്ത്രഭാഷയിലേ സംസാരിക്കും. മനുഷ്യൻ ആർദ്രതയോടും സഹാനുഭൂതിയോടും അനുകമ്പയോടും സംസാരിക്കും. കുട്ടിയിൽ വളരേണ്ടത് ഇത്തരം മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങൾ യന്ത്രഭാഷയിലല്ലാതെ മനുഷ്യഭാഷയിൽ ജീവിച്ച് കാണിച്ചു കൊടുത്താൽ, പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്താൽ സഹാനുഭൂതി ഉണ്ടാവും, ആർദ്രത ഉണ്ടാവും, സഹജീവി സ്നേഹം ഉണ്ടാവും. ഇത് യന്ത്രഭാഷയിൽ സഹജീവി സ്നേഹം അല്ലെങ്കിൽ വിശക്കുന്നതിന്റെ കാരണം എന്ത്, വിശപ്പിന്റെ വിളിയുടെ മുമ്പിൽ എങ്ങനെ നമുക്ക് പ്രതികരിക്കാം? അത് ഭക്ഷണം വിളമ്പി ആ വിശക്കുന്നവന് കൊടുക്കുമ്പോൾ, അവനത് ഭക്ഷിക്കുമ്പോൾ അവന്റെ വിശപ്പ് മാറി. അത് AI-യിൽ എങ്ങനെ ആയിരിക്കും? അത് എനിക്ക് എത്രത്തോളം അറിയത്തില്ല. ഞാൻ പണ്ട് കേട്ടൊരു കഥയാ. ഈ കൺവെയർ ബെൽറ്റിനകത്ത് ഫാക്ടറിയിൽ ഒരു മനുഷ്യൻ വീണപ്പോ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് പകരം അതിന്റെ ഉടമസ്ഥൻ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി നോക്കി, ഈ മെഷീനറി സംവിധാനം അരമണിക്കൂർ ഓഫാക്കിയിട്ടാൽ ഇത്ര നഷ്ടം, മറിച്ച് ഇദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുത്താൽ ഇത്ര ലാഭം, ഓഫാക്കാതെ അങ്ങ് പോകട്ടെ, ഇദ്ദേഹം അരഞ്ഞങ്ങ് പൊക്കോട്ടെ. ഇത് യന്ത്ര സംസ്കാരമാണ്. നഷ്ടം എന്തു വന്നാലും ആ മനുഷ്യജീവനെ മാനിച്ചിരുന്നെങ്കിൽ, അപ്പൊ ഭാവി ഈ ആധുനിക സംവിധാനം ഒക്കെ കൊള്ളാം. ഞാനീ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഉത്തരം തരാൻ കാണും. എന്നാലും മനുഷ്യപ്പറ്റുള്ളൊരു വിദ്യാഭ്യാസം അത് സാധിക്കണം. അതിന് സാങ്കേതിക വിദ്യ ഒരളവിലെങ്കിലും പരാജയപ്പെട്ടു പോയാൽ മനുഷ്യന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. എന്തെല്ലാം സംഭവിച്ചാലും മൂല്യങ്ങൾക്ക്, സത്യം,
ധർമ്മം, നീതി, ഭൂതദയ, സഹാനുഭൂതി, മുതിർന്നവരെ ബഹുമാനി, ഇങ്ങനെ ഒത്തിരി മൂല്യങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ മൂല്യങ്ങൾ പാലിക്കപ്പെടണം, ആദരിക്കപ്പെടണം. അതിനെ പറ്റിയ ഒരു വിദ്യാഭ്യാസം ഉണ്ടാകണം. അതുകൊണ്ട് പുതിയതിനെ തള്ളിക്കളയണമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എങ്കിൽ മൂല്യങ്ങളെ തള്ളിക്കളയരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഇപ്പോൾ ഈ പഠന രീതിയെ പറ്റി പറയുകയാണെങ്കിൽ പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു രീതി നോക്കുകയാണെങ്കിൽ മികച്ച വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠനത്തിൽ മികച്ച പുരോഗതി കൈവരിക്കാൻ വിദ്യാർത്ഥികൾ എങ്ങനെയായിരിക്കണം അവരുടെ പഠന രീതിയെ സമീപിക്കേണ്ടത്? നമുക്ക് മികച്ച വിദ്യാഭ്യാസം തന്നെ കിട്ടണം. അതിന് ഈ കുഞ്ഞുങ്ങൾ പല ഡയമെൻഷൻ അതിന് കൊടുക്കാം. ഒന്ന്, സമയബന്ധിതമായി ഒരു ടൈം ടേബിളിലൂടെ തന്നെ അവർ പഠിച്ച് ഇന്ന ദിവസം ഞാൻ ഇത്ര ടോപ്പിക്ക് തീർക്കും, ഞാൻ തന്നെ അതിനൊരു അസസ്മെന്റ് നടത്തും. അങ്ങനെ ഒരു ടൈം ടേബിളിലൂടെ ഇത് മുമ്പോട്ട് പോകാം. രണ്ട്, ഞാൻ പഠിക്കുന്നത് സ്കൂളിലോ കോളേജിലോ കിട്ടുന്ന കണ്ടന്റ്, പാഠ്യവസ്തു വളരെ പരിമിതിയുള്ളതായിരിക്കും. ഈ പരിമിതിക്ക് അപ്പുറത്ത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എന്തെല്ലാം നമുക്ക് അതിനോട് ആഡ് ചെയ്യാൻ പറ്റുമോ അത് ആഡ് ചെയ്യണം. അവനാണ് മിടുക്കൻ. അപ്പൊ നമ്മള് ഒരു ചെറിയ പ്രിൻസിപ്പിൾ എടുത്ത് വെച്ചു, അത് പഠിച്ചു, പരീക്ഷ എഴുതി ജയിക്കുന്നതിനപ്പുറത്ത് അതിന്റെ വിശാലമായൊരു തലമുണ്ട്. അതിന് ഈ തലം ഒരുപക്ഷെ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. ആധുനിക വിദ്യ, സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇപ്പോ ഒരു ചെറിയ പഠനത്തെ വലിയ പഠനം, അത് അവനവന്റെ കപ്പാസിറ്റി അനുസരിച്ച്, സാധ്യത അനുസരിച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ, ഇത് എല്ലാ മേഖലയിലും വളർത്തിക്കൊണ്ടുവന്നാൽ അവന് കൂടുതൽ പഠിക്കാൻ പറ്റും, കൂടുതൽ അറിവ് നേടാൻ പറ്റും, കൂടുതൽ ശേഷികൾ നേടാൻ പറ്റും. എത്രത്തോളം കൂടുതൽ അറിവ് നേടുന്നത്, ശേഷികൾ നേടുന്നോ അത്രയും കുട്ടി മികവുള്ള ഒരു കുട്ടിയായി വരും. അവന്റെ ഭാവി ജീവിതത്തെ വാർത്തെടുക്കുന്ന പ്രക്രിയയിൽ അതിന് വലിയ സ്വാധീനമുണ്ട്, പങ്കുണ്ട്. ഇപ്പൊ കുട്ടി എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം, കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് പഠിക്കണം. ഇത് പ്രായോഗിക തലത്തിൽ ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരാൻ കഴിയുന്നത് അപ്ലൈ ചെയ്ത് തന്നെ പഠിക്കണം. ചിലതാണെങ്കിൽ റിസൈറ്റ് ചെയ്ത്, അതായത് ചൊല്ലി പഠിക്കുക. അപ്പൊ ഒരു കവിതയാണെങ്കിൽ ആവർത്തിച്ച് ചൊല്ലി പഠിക്കുക. സയൻസിന്റെ ആണെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, പണ്ട് കാലത്തെ രീതി, അതിനകത്ത് ഒരു കെമിക്കൽ ഇട്ടു, അതിനകത്ത് വേറെ ആസിഡ് ഒഴിച്ചു, അതിൽ നിന്നൊരു മറ്റൊന്ന് ഫോം ചെയ്യുന്നു. ഇതിപ്പോ കാണാതെ കേട്ട് പഠിച്ച ഒരു തലമുറയുണ്ട്. എന്നാൽ ലാബിൽ ചെന്ന് ഇതെല്ലാം ചെയ്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ അത് ഹൃദയസ്ഥമാവുകയാണ്. അപ്പൊ അത്തരത്തിൽ പഠനത്തെ പ്രാക്ടിക്കലാക്കുക, അങ്ങനെ ഒരു പെർഫെക്ഷനിലേക്ക് വരാൻ കഴിയുക. കൃത്യതയോടെ എങ്ങനെയെങ്കിലും പഠിക്കുക എന്നുള്ളതല്ല, ഭക്ഷണം എങ്ങനെയെങ്കിലും കഴിക്കുക, എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതല്ല. അത് ഡൈജഷൻ നടക്കുന്ന തരത്തിൽ കൃത്യമായി ഉപയോഗിച്ചാൽ, പഠിച്ചാൽ അത് ആ കുട്ടിക്ക് പ്രയോജനപ്പെടും. അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. ചിലപ്പോൾ ഈ ലോക അധ്യാപക ദിനത്തിൽ പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് എന്തെങ്കിലും അഡ്വൈസ് നൽകാനുണ്ടോ? അധ്യാപക ദിന ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മള് ഭാരതം പ്രത്യേകിച്ച് ആചാര്യന്മാരാൽ സമൃദ്ധമായ ഒരു നാടാണ്. അത് ഏത് ഗ്രന്ഥം, പുരാണമോ ഇതിഹാസമോ വിശുദ്ധ ഗ്രന്ഥങ്ങളോ എന്തോ എടുത്തോട്ടെ, ഇതിലെല്ലാം ആചാര്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം, ഗുരുക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം ഒന്നാം സ്ഥാനമാണ്. അപ്പം ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തെ കൊടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഈ അധ്യാപക സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ ഇപ്പം മാറി. പക്ഷെ ഈ പ്രക്രിയ, വിദ്യാഭ്യാസ പ്രക്രിയ, അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിശു കേന്ദ്രീകൃതമാണ്. ശിശുവിനാണല്ലോ, കുട്ടിയിലാണല്ലോ മാറ്റം വരേണ്ടത്. അപ്പം ശിശു കേന്ദ്രീകൃതമാണ്. അതിന് അധ്യാപകൻ കൂടെ നിൽക്കണം. ഇതിന് സപ്പോർട്ടിംഗ് ഗ്രൂപ്പായിട്ട് പേരൻസ് കൂടെ നിൽക്കണം. ഈ സംവിധാനത്തെ മോണിറ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഗവൺമെന്റ് സംവിധാനം വേണം. ഈ സംവിധാനങ്ങളെല്ലാം ഒന്നിച്ചു നിന്നാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ചെയ്താലും നമ്മളെ മൂല്യവത്തായ ഒരു ജീവിതം ഉണ്ടാകുന്നതിന് ഈ കണ്ണികൾ ഒരു ചങ്ങലയിലെ കണ്ണികളെ പോലെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണം. കുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എല്ലാ സപ്പോർട്ടും പേരൻസും ഗവൺമെന്റ് സംവിധാനവും എടുക്കണം. നമുക്ക് പറഞ്ഞു പോവുകയാണ്, ഇങ്ങനെല്ലാം സംവിധാനം പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങളെ, മിടുക്കരായ കുഞ്ഞുങ്ങളുടെ തുടർന്നുള്ള ബുദ്ധിശക്തി, പ്രായോഗിക തലം നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥ ഇന്ന് വളരെ കൂടുതലാണ്. ഈ കുഞ്ഞുങ്ങൾ ഇത്രയൊക്കെ പഠിച്ച് ഈ രാജ്യത്തിന്റെ, സംസ്ഥാനത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ച് മിടുക്കരായിട്ട് അവരുടെ ബാക്കി കാലം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. അവർ എങ്ങോട്ടെങ്കിലൊക്കെ മൈഗ്രേറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ കൊണ്ട് ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നെങ്കിൽ നമ്മുടെ വികസനം എന്ന സങ്കല്പം കുറെ കൂടെ മികച്ചതാവില്ലേ എന്നതാണ് എന്റെ ഒരു ഇത്. അതുകൊണ്ട് പുതിയ സന്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കർമ്മമേഖല, സേവന മേഖല, അത് ഭാവിക്ക് ഗുണകരമാകണം. വ്യക്തി ജീവിതത്തിന്, കുടുംബ ജീവിതത്തിന്, സമൂഹ ജീവിതത്തിന്, ഈ രാജ്യത്തിന് മൊത്തത്തിൽ മുഴുവൻ മാനവരാശിക്കും ഇത് പ്രയോജനകരമാകണം എന്ന ഒരു കാഴ്ചപ്പാട് അത് രാഷ്ട്രീയ തലത്തിലും വേണം, സാമൂഹ്യ തലത്തിലും, മതപരമായും, കുടുംബാന്തരീക്ഷത്തിലും എല്ലാം ഉണ്ടാകണം. അതിനെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആക്ച്വലി വിദ്യാഭ്യാസമാണ് ലോകത്തെ മാറ്റിമറിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം. അപ്പോൾ ആ ആയുധം ഉപയോഗിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ദിനമാണിന്ന്.
ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. അപ്പോൾ ഈ ദിനത്തിൽ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് 35 വർഷത്തെ അധ്യാപന പാരമ്പര്യമുള്ള വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകനും റിട്ടയർഡ് ഹെഡ് മാസ്റ്ററുമായ ശ്രീ തങ്കച്ചൻ സാറാണ്. സാർ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഈ പ്രോഗ്രാമിലേക്ക് വന്നതിനും ആൻഡ് ഇത്രയും അധികം കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചതിനും. താങ്ക് യു സോ മച്ച്. എനിക്ക് അതിനൊക്കെ സന്തോഷമുണ്ട്. നമ്മുടെ ആശ്രയയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ റേഡിയോ സംവിധാനത്തോട് എനിക്ക് അങ്ങേയറ്റം കടപ്പാടും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. വളരെ സന്തോഷം. നമ്മുടെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിലെയും ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ വിവിധ വിഷയങ്ങൾ, പദ്ധതികൾ എന്നിവയെക്കുറിച്ച് അറിയാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. ചെറിയ വലിയ വർത്തമാനം.